നമസ്കാരം, ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ IPL അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചില താരങ്ങളൊക്കെ മികച്ച ഫോമിൽ കളിക്കുമ്പോൾ മറ്റു ചില താരങ്ങളാകട്ടെ വൻ പരാജയങ്ങളായി മാറിയിരിക്കുകയാണ് ഇത്തവണത്തെ സീസണിൽ. അങ്ങനെ ഫ്ലോപ്പായ 11 കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ക്യാപ്റ്റൻ വരുന്നത് ഋഷഭ് പന്താണ്. വൈസ് ക്യാപ്റ്റൻ ആണെങ്കിൽ വെങ്കിടേഷ് അയ്യരും. ഈ സീസണിലെ ഏറ്റവും വലിയ പരാജയങ്ങളായിട്ടുള്ള 11 താരങ്ങളെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതുള്ളത് ഋഷഭ് പന്താണ്. 27 കോടി രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് താരത്തെ ടീമിലേക്ക് എത്തിച്ചത്. അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം. 27 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ഏറ്റവും വിലയേറിയ കളിക്കാരനാണ് ഋഷഭ് പന്ത്. എന്നാൽ 100-ൽ താഴെ സ്ട്രൈക്ക് റേറ്റിൽ വെറും 116 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളൂ. രണ്ടാമതുള്ളത് വെങ്കിടേഷ് അയ്യറാണ്. 23.75 കോടി രൂപക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരത്തിനെ ടീമിലേക്ക് കൊണ്ടുവന്നത്. ഓൾറൗണ്ടറായ വെങ്കിടേഷ് ആകട്ടെ 11 മത്സരത്തിൽ നിന്നും 20.29 ശരാശരിയിൽ വെറും 142 റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ. മൂന്നാം സ്ഥാനത്തുള്ള രാഹുൽ ത്രിപാഠിയാണ്. 3.4 കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് താരത്തെ ടീമിലേക്ക് എത്തിച്ചത്. ഈ സീസണിൽ 5 മത്സരം കളിച്ച താരം 55 റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ടോപ്പ് സ്കോറർ ആണെങ്കിൽ 23 റൺസുമാണ്. നാലാമത്തേത് രജിൻ രവീന്ദ്രയാണ്. 4 കോടി രൂപയ്ക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ന്യൂസിലൻഡിൽ നിന്നുള്ള ഓൾറൗണ്ടറായ രജിൻ രവീന്ദ്രയെ ടീമിലേക്ക് എത്തിച്ചത്. 8 മത്സരത്തിൽ നിന്നും വെറും 191 റൺസ് മാത്രമേ താരം നേടിയിട്ടുള്ളൂ. ഈ സീസണിൽ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് താരത്തിന് നേടാൻ സാധിച്ചത്. അഞ്ചാമതുള്ളത് ഇഷാൻ കിഷനാണ്. 11.25 കോടി രൂപക്കാണ് കിഷനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലേക്ക് എത്തിച്ചത്. 11 ഇന്നിംഗ്സുകളിൽ നിന്നും 190 റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ. അതിൽ രാജസ്ഥാൻ റോയൽസിനെതിരായ സീസണിലെ ആദ്യ മത്സരത്തിലെ ഒരു സെഞ്ചുറിയും ഉൾപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു മത്സരം പോലും മികച്ച രീതിയിൽ കളിക്കാൻ സാധിച്ചിട്ടില്ല. ആറാമതുള്ളത് ഗ്ലെൻ മാക്സ്വെൽ ആണ്. 4.2 കോടി രൂപക്കാണ് പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തെ ലേലത്തിൽ വാങ്ങിയത്. ഓസ്ട്രേലിയയുടെ ഓൾറൗണ്ടർ താരമായ മാക്സ്വെൽ 7 മത്സരങ്ങളാണ് കളിച്ചത്. വെറും 48 റൺസ് മാത്രമാണ് നേടിയത്. 4 വിക്കറ്റുകൾ മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. തുടർന്ന് വിരലിന് പരിക്കേറ്റതിനെ തുടർന്ന് IPL-ൽ നിന്നും അദ്ദേഹം പുറത്താവുകയും ചെയ്തു. ഏഴാമതുള്ളത് ലിവിങ്സ്റ്റൺ ആണ്. 8.75 കോടി രൂപക്കാണ് RCB ഇംഗ്ലണ്ട് താരത്തെ സ്വന്തമാക്കിയത്. ഓൾറൗണ്ടറായ ലിവിങ്സ്റ്റൺ ആകട്ടെ 7 മത്സരത്തിൽ നിന്നും വെറും 87 റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ. 2 വിക്കറ്റുകൾ മാത്രമേ അദ്ദേഹത്തിന് വീഴ്ത്താനും സാധിച്ചിട്ടുള്ളൂ. എട്ടാമതുള്ളത് ദീപക് ഹൂഡയാണ്. 1.7 കോടി രൂപയ്ക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റ്സ്മാൻ ദീപക് ഹൂഡയെ ടീമിലേക്ക് എത്തിച്ചത്. 6.2 ശരാശരിയിൽ വെറും 31 റൺസ് മാത്രമാണ് താരം നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ വെറും 75 ആണ്. ഒമ്പതാമതുള്ളത് രവിചന്ദ്രൻ അശ്വിനാണ്. 9.5 കോടി രൂപക്കാണ് അശ്വിനെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലേക്ക് എത്തിച്ചത്. 10 മത്സരങ്ങൾ കളിച്ച അശ്വിനാകട്ടെ 9.29 എന്ന ഇക്കോണമി റേറ്റിൽ 5 വിക്കറ്റ് മാത്രമാണ് നേടിയിട്ടുള്ളത്. 10ാം സ്ഥാനത്ത് തുഷാർ ദേശ്പാണ്ഡെയാണ്. 6.5 കോടി രൂപക്കാണ് രാജസ്ഥാൻ റോയൽസ് താരത്തെ സ്വന്തമാക്കിയത്. പേസറായ തുഷാർ 45 ശരാശരിയിൽ 6 വിക്കറ്റുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എക്കോണമി റേറ്റ് ആണെങ്കിൽ 11.25 ആണ്. 11ാമനായി അവസാന സ്ഥാനത്തുള്ളത് മുഹമ്മദ് ഷമിയാണ്. 10 കോടി രൂപക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചത്. 10 കോടി രൂപക്ക് വാങ്ങിയെങ്കിലും 56.17 ശരാശരിയിൽ 6 വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എക്കോണമി റേറ്റ് ആണെങ്കിൽ 11ലും കൂടുതലാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള 11 ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.